പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, തിരുരക്തത്തിന്റെ ഈ നൊവേനയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന ഈ മക്കളെ, പ്രത്യേകിച്ചും ഈ നൊവേനയുടെ അവസാനത്തെ ഈ ദിവസത്തില് അങ്ങയുടെ നാമത്തില് ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈശോയുടെ തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവിടെ നിയോഗങ്ങളെയും അവിടെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഈ ദിവസങ്ങളില് അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങയുടെ രക്ഷാകര പദ്ധതിയിലൂടെ തിരുരക്ത ശക്തിയിലൂടെ ഈ മക്കളില്, കുടുംബത്തില്, ജീവിതത്തില്, ഇവരുടെ മക്കളില് പ്രകടമാക്കിയതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടപെട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ മക്കള് അത്ഭുതങ്ങൾ പ്രാപിച്ചു, അനുഗ്രഹങ്ങൾ പ്രാപിച്ചു, മാനസാന്തരം അനുഭവിച്ചു, വിശുദ്ധി അനുഭവിച്ചു, വലിയ അഭിഷേകം പ്രാപിച്ചു. കർത്താവേ, ഈ നൊവേനയോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ നൊവേനയുടെ ചൈതന്യത്തില് എന്നെ അങ്ങോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും കർത്താവിന്റെ തിരുരക്തത്താൽ കൊട്ടകെട്ടി പൊതിയപ്പെട്ട സംരക്ഷണവും രക്ഷയും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇന്നും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച ഒരുവൻ പോലും നിരാശപ്പെടേണ്ടി വരില്ല. നമുക്കറിയാം, ഈ ദിവസങ്ങളൊക്കെ അത് നമ്മളൊക്കെ അനുഭവിച്ചു. അനേക മക്കള് ദിവസങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പലവിധ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ ജീവിതത്തില്, കുടുംബത്തില്, നിയോഗങ്ങളില്, പ്രാർത്ഥനകളില് കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തമായ ഇടപെടൽ നൽകിയ അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തികള് ഒത്തിരിയേറെ കേൾക്കുവാൻ ദൈവം ഇടയാക്കി. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് ജീവിതമുണ്ട്. ആ ജീവിതം അതുപോലെ ജീവിക്കാൻ നമുക്കിടയാകട്ടെ. ഇന്ന് ഈ അവസാന ദിവസത്തില് നമ്മൾ ധ്യാനിക്കുന്ന, അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ പരിശുദ്ധ രക്തം, വിശുദ്ധ കുർബാന സ്ഥാപനത്തില് ഈശോ നമുക്ക് നൽകിയ പുതിയ ഉടമ്പടിയുടെ രക്തമുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില് നമുക്ക് വേണ്ടി രക്തം ചിന്തിക്കൊണ്ട് അർപ്പിക്കുന്ന കർത്താവിന്റെ തിരുരക്തത്തിന്റെ അനന്ത യോഗ്യതകൾ അവകാശപ്പെട്ടുകൊണ്ട് ഇന്നു മാത്രമല്ല, മരണം വരെ ജീവിക്കാനുള്ള കൃപ നമുക്ക് വേണം. വിശുദ്ധ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 27-ഉം 28-ഉം തിരുവചനങ്ങൾ നമുക്ക് ശ്രമിക്കാം. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. പുതിയ ഉടമ്പടിയുടെ രക്തം, പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെടുന്ന രക്തം. ഇവിടെ മക്കളെ, നമ്മളൊക്കെ പാപികളാണ്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പാപികളാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. അപ്പൊ പാപമോചനം നമുക്ക് അത്യന്താപേക്ഷിതവും അത്യാവശ്യവുമാണ്. അതിനുള്ള ഒറ്റ വഴിയുള്ളൂ, പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന യേശുവിന്റെ പുതിയ ഉടമ്പടിയുടെ രക്തം. ഒറ്റ ഉടമ്പടിയുള്ളൂ, അത് ഈശോ ഈ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനു വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ്. ഈ രക്തം നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി, പാരമ്പര്യത്തിനു വേണ്ടി, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, വീട്, മണ്ണ്, പറമ്പ്, എല്ലാ ജോലി, ബിസിനസ്, പഠനം, എല്ലാത്തിനും വേണ്ടി നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. കാരണം പാപത്തിന് അനന്തര ഫലങ്ങൾ നീക്കപ്പെടുന്നത് ഈ പാപമോചനം നേടുമ്പോഴാണ്. ഈ ഉടമ്പടി സ്ഥാപിച്ച്, ഉടമ്പടി ഒരു ബന്ധമാണ്. ഉടമ്പടി ബന്ധം, പാപത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധം പുനഃസ്ഥാപിച്ചുകൊണ്ട് നമ്മെ വീണ്ടും ദൈവമക്കളായി ഉയർത്തുന്ന കർത്താവിന്റെ പരിഹാരത്തിന്റെ ഉടമ്പടിയുടെ രക്തം. ഇത് നമ്മൾ എന്നും അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം.
ഈ നൊവേനയുടെ അവസാന ദിവസത്തില് ഈ വിശുദ്ധ കുർബാനയില് കർത്താവ് അന്ത്യത്താഴ വേളയില് നമുക്ക് വേണ്ടി നൽകിയ ഈ ഉടമ്പടിയുടെ രക്തം ലോകാവസാനം വരെ, കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ അർപ്പിക്കപ്പെടേണ്ട വിശുദ്ധ കുർബാന, പരിഹാര ബലി, രക്താർപ്പിത ബലി, അത് സ്വന്തമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം, എന്നും പ്രാർത്ഥിക്കാം. ജീവിതം മുഴുവനും ഈ രക്തത്തിന്റെ ഉടമ്പടി ബന്ധത്തിൽ ദൈവമായിട്ട് ബന്ധമുറപ്പിച്ച് പാപപരിഹാരം നേടി ആ ജീവന്റെ സമൃദ്ധിയില് ആ രക്തത്താൽ തന്നെ സംരക്ഷിക്കപ്പെട്ട് ജീവിക്കാൻ നമുക്കിടയാകണം. അതിനുവേണ്ടി നമ്മള് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ യുവമക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും ഈ ഉടമ്പടി ബന്ധത്തിന്റെ പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്ന യേശുവിന്റെ രക്തത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. കർത്താവിന്റെ വലിയ രക്ഷ, വലിയ കരുണ അതിലൂടെ എന്നും അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് ഈ രക്തം അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം എന്റെ മക്കളെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ കുർബാനയില് മറക്കാതെ സ്വീകരിക്കാനും സ്വന്തമാക്കാനും നമുക്കിടയാകട്ടെ. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാര സന്നദ്ധിയില് ഈ നൊവേനയുടെ അവസാന ദിവസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം എന്നും നൽകിക്കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച്, പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീരോട് ചേർത്ത് പിടിച്ച്, അമ്മയുടെ തിരുഹിതമാണ് തിരുക്കുമാരന്റെ രക്ഷ സ്വന്തമാക്കി നമ്മൾ ജീവിക്കണം എന്നുള്ളത് എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യം ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആഴത്തിൽ അനുഭവവേദ്യമാക്കിക്കൊണ്ട് അങ്ങയുടെ തിരുരക്തത്തിന്റെ വലിയ സംരക്ഷണത്തിലേക്ക്, രക്ഷയിലേക്ക് അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയില് ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളില്, നിയോഗങ്ങളില്, അവസ്ഥകളില്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയോട് ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ, പാപത്തെ ഏറ്റെടുത്തുകൊണ്ട് പാപപരിഹാരം ചെയ്തുകൊണ്ട് അങ്ങ് അർപ്പിക്കുന്ന രക്തത്തിന്റെ പുതിയ ഉടമ്പടിയുടെ ബലി, ഈശോയെ, ആ രക്തത്തെ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. പാപമോചനത്തിനു വേണ്ടി ചിന്തപ്പെടുന്ന അങ്ങയുടെ രക്തം വിശുദ്ധ കുർബാന സ്ഥാപനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയില്ലേ? എന്നും എന്നേക്കും ലോകാവസാനം വരെ അങ്ങയുമായി ആഴമായ ബന്ധത്തില് ഉറച്ചു നിൽക്കാൻ പാപം ചെയ്താലും പരിഹാര രക്തം ഞങ്ങൾക്ക് വേണ്ടി ഓരോ ബലിപീഠത്തിലും ഓരോ വിശുദ്ധ കുർബാനയിലും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ ദേവാലയങ്ങളിലും ഓരോ ബലിപീഠത്തിലും ഓരോ തിരുവോസ്തിയിലും അങ്ങ് ചിന്തുന്ന പരിശുദ്ധ രക്തത്തെ അവകാശപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടും ഞങ്ങളുടെ മക്കളോടും കുടുംബത്തോടും കരുണയായിരിക്കണമേ. ഈശോയെ, ആ ബന്ധം ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. വിശുദ്ധ കുർബാന ബന്ധം, ദിവ്യകാരുണ്യ ബന്ധം ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ തലമുറയില്, ലോകം മുഴുവനിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർദിനാൾമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്യാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദമ്പതിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മീകവും ഭൗതികവുമായ മാനസികവുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 9-ാം ദിനത്തിലെ നൊവേനയില് അങ്ങ് വിശുദ്ധ കുർബാനയില് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ, ഞങ്ങൾക്ക് വേണ്ടി നൽകിയ പുതിയ രക്തത്തിന്റെ വലിയ സാന്നിധ്യവും ഉടമ്പടിയുടെ ശക്തമായ സംരക്ഷണവും യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായ വിധത്തില് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ അങ്ങ് ഞങ്ങൾക്കായി നൽകിയ പുതിയ ഉടമ്പടിയുടെ രക്തത്തിന്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അവസ്ഥകളിലും നിയോഗങ്ങളിലും ഞങ്ങളെ സഹായിക്കണമെന്ന്
ഞങ്ങൾ ഇന്ന് യാചിക്കുന്നു. രക്തം വാർന്നൊഴുകുന്ന അങ്ങേ തൃപ്പാദത്തിങ്കൽ മുട്ടുകുത്തി സാഷ്ടാംഗം പ്രണമിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ അപേക്ഷിക്കുന്നു. അങ്ങേ തിരുരക്തത്തിൽ നിന്ന് പ്രവഹിക്കുന്ന കരുണയും കൃപകളും ഞങ്ങളിൽ നിറയ്ക്കണമേ. ജീവിതാവസാനം വരെ ഞങ്ങളുടെ ഏക പ്രത്യാശയും ഞങ്ങളുടെ ഏക രക്ഷയും അങ്ങയിലാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഒഴുക്കിയ ഓരോ തുള്ളി രക്തത്തിന്റെ യോഗ്യതയാലും വിശുദ്ധ കുർബാനയില് ഇന്നും എന്നേരവും അങ്ങ് ചിന്തിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാലും പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണുനീരിന്റെ യോഗ്യതയാലും ഞങ്ങളുടെ യാചനകൾ ദൈവോടെ കേൾക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏറ്റവും പ്രത്യേകമാവിധം ഈ നോവേനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും വ്യക്തിപരമായിട്ട് കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കേട്ടറിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ എന്റെ ഈശോയെ, അങ്ങയുടെ പരസ്യ ജീവിതകാലത്ത് അനുകമ്പയോടെ അങ്ങ് മനുഷ്യ മക്കളെ നോക്കി പല വിധത്തിൽ സഹിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിച്ചു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തി. പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകി. പാപികളെ പാപമോചനം നൽകി അനുഗ്രഹിച്ചു. അനേക പിശാചുകളെ പുറത്താക്കിക്കൊണ്ട് മനുഷ്യ മക്കളെ അങ്ങ് സ്വതന്ത്രരാക്കി. എല്ലാവിധത്തിലും തകർന്നവരെ അങ്ങയുടെ ശക്തമായ അധികാരത്താൽ ആരോഗ്യവും സന്തോഷവും കൃപയും നൽകി ശക്തരാക്കി. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിലെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തത്തിന്റെ രക്ഷാകര യോഗ്യതകളാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളും ഇപ്പോൾ പ്രത്യേകമാവിധത്തില് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ തിരുരക്തത്തിന്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് ഇപ്പോൾ തന്നെ നൽകണമേ. ഓ ഈശോയെ, ഞങ്ങളുടെ ദുഃഖത്തിന്റെ കണ്ണുനീർ മാറ്റി സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും ഒരുമിച്ച് അങ്ങയെ ആരാധിച്ച് നന്ദി പറയുവാൻ ഇടയാക്കണമേ. വിശുദ്ധ കുർബാന ബന്ധത്തില്, തിരുരക്ത ബന്ധത്തില്, പുതിയ ഉടമ്പടി ബന്ധത്തില് ഇന്നും ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. അതിനായി കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി എല്ലാ അധികാരികൾക്കും, എല്ലാ വൈദികർക്കും, സന്യാസിമാർക്കും, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങൾക്കും, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവന്റെയും ഏകരക്ഷയായ ഈശോയുടെ തിരുരക്തമേ, ലോകം മുഴുവനെ പൊതിഞ്ഞു പിടിച്ച് നാനാജാതി മതസ്ഥരുടെ മേൽ അങ്ങയുടെ രക്ഷ സംസ്ഥാപിതമാക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ട ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവന്റെയും രക്ഷകനായി കുരിശിൽ മരിച്ച ഈശോയെ, ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ. സകല ജനപദങ്ങളുടെയും രക്ഷയുടെ സദ്വാർത്തയായ ഈശോയെ, സകല ജനപദങ്ങളും അങ്ങയുടെ കുരിശുമാനെ സ്വന്തമാക്കി അങ്ങനെ രക്ഷ പ്രാപിക്കുവാൻ സകല ജനപദങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവിന്റെ തിരുസന്നിധിയില് വലിയ സ്നേഹത്തോടെ നന്ദിയോടെ നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദിവസങ്ങളിൽ കർത്താവ് നൽകിയ അനുഗ്രഹം കൊണ്ട് നന്ദി പറയാം. ഇനിയും അങ്ങോട്ട് ജൂലൈ മാസം മുഴുവനും
കർത്താവിന്റെ തിരുരക്തത്തിന്റെ ജപമാലയുടെ ശക്തിയും തിരുരക്തത്തിന്റെ എല്ലാ യോഗ്യതകളും അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. തിരുരക്തത്തെ ആരാധിച്ചുകൊണ്ട് വീണ്ടും ഈ ജൂലൈ മാസത്തിലെ പ്രാർത്ഥനയില് മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. വലിയ അഭിഷേകത്തിനു വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വലിയ അനുഗ്രഹങ്ങള് ഈ നൊവേനയിലും കർത്താവ് നൽകി. ഒരിക്കൽ കൂടി നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മുടെ അവസ്ഥകൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. വിശുദ്ധ കുർബാനയിൽ നിന്നൊഴുകുന്ന കർത്താവിന്റെ കരുണയും സ്നേഹവും രക്ഷയും സൗഖ്യമായി, വിടുതലായി, സമാധാനമായി നമ്മുടെ കുടുംബത്തിൽ, ലോകം മുഴുവനിലും നിറയപ്പെടാൻ ഇരുകരങ്ങളും ഉയർത്തി കർത്താവിനെ തൊട്ട് ആരാധിച്ച് സ്തുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഉടമ്പടി ബന്ധത്തിന്റെ അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയോട് എപ്പോഴും ചേർത്ത് പിടിക്കണമേ.